അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഉന്നതമത വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ യുവതലമുറയെ തിന്മകളിൽ നിന്ന് അകറ്റുവാൻ സാധിക്കുകയുള്ളൂവെന്ന് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. വാഴക്കോട് ജറം ആണ്ട് നേർച്ചയുടെ ഭാഗമായി നടന്ന മജ്ലിസുന്നൂർ വാർഷിക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പല ആളുകളും പല ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്തരം ആത്മീയ സംഗമങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്. പല പ്രയാസങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതിനൊക്കെ പരിഹാരം തേടുന്നതിന് വേണ്ടി മഹാനവറുകളുടെ ഓരത്ത് ചെന്നുകൊണ്ട് തന്നെ, ചാരത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ മജ്ലിസുന്നൂർ ചൊല്ലുകയും അതിനോടനുബന്ധിച്ച് അള്ളാഹുവിനോട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ മഹാനവറുകളുടെ ചാരത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദിക്കുകയും അവതരിപ്പിക്കുകയും അതിനെ പരിഹാരത്തിന് പ്രതിവിധിക്ക് വേണ്ടിയാണ് നാം എല്ലാവരും സന്നിധരായി. അള്ളാഹു നമ്മുടെ ഉദ്ദേശം പൂർത്തീകരിച്ച് അതിനല്ലാഹു തക്കതായ ഉത്തരം അള്ളാഹു നൽകി നമ്മുടെ എല്ലാവരുടെ പ്രയാസങ്ങളിൽ നിന്നും ദുരിതത്തിൽ നിന്നും അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാവുമെന്ന് നമ്മളെ പ്രാർത്ഥിക്കുകയാണ്. ഇത്തരം വേദികൾ ഇസ്ലാമിനെ കുറിച്ച്, ദീനിനെ കുറിച്ച് പഠിക്കേണ്ട വേദികളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ദീൻ അറിയാത്ത, പഠിക്കാൻ കഴിയാത്ത ആളുകൾ ധാരാളമുണ്ടാകും. ചെറിയ പ്രായത്തിൽ മതപരമായ ദീനി വിദ്യാഭ്യാസം, മതപരമായ അറിവ് നേടാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ ഇത്തരം വേദികളിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനത്തിൻ്റെ മുത്തുകൾ അത് ജീവിതത്തിൽ പകർത്തണമെന്നുള്ളതാണ്. നാം ഇന്ന് ഇരിക്കുന്നതിന് മഹാനവറുകളുടെ ഓരത്താണ്, ചാരത്താണ് ഇരിക്കുന്നത്. സയ്യിദ് MP കുഞ്ഞിക്കോയ തങ്ങൾ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഉസ്താദ് ഫാരിഹ് മംനൂൻ ഫൈസി ലക്ഷദ്വീപ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ബഷീർ അഹമ്മദ് ബുർഹാനി മജ്ലിസുന്നൂറിന് നേതൃത്വം നൽകി. വാഴക്കോട് മഹല്ല് ഖത്തീബ് ഹംസ ബാഗവി, മുഹമ്മദ് റഷീദ് സഖാഫി, TH ഉമർ ദാരിമി, KM ഉസ്മാൻ മുസ്ലിയാർ, PS ഖമറുദ്ദീൻ മൗലവി, മുഹ്യുദ്ദീൻ ഹാജി, മുനീർ ഉസ്താദ് കൊറ്റുപുറം, മുഹമ്മദ് ഫവാസ് ജൗഹരി, KA ഹംസക്കുട്ടി മൗലവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ശനിയാഴ്ച രാവിലെ നടത്തപ്പെടുന്ന മൗലീദ് പാരായണത്തിനും കൂട്ടപ്രാർത്ഥനയ്ക്കും ശേഷം ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടുകൂടി ഈ വർഷത്തെ ആണ്ട് നേർച്ചയ്ക്ക് സമാപനം കുറിക്കും. റൈറ്റ് വിഷൻ ന്യൂസ്, മുള്ളൂർക്കര.